എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ സോനുട്ടന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ സോനുട്ട. അങ്ങനെ വീണ്ടും ഒരു ജന്മദിനം സോനുവിന്റെ വന്നിരിക്കുന്നു. നമ്മളെല്ലാ ഹാപ്പി ബർത്ത്ഡേക്കും പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇന്നും നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഊട്ടിയിലാണ് പ്രാവശ്യം, ഊട്ടിയിലെത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കും. പറയും. അതെ, ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റുള്ളൂ. ഇന്നലെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ എണീറ്റു. ഇനി ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് വേണം കേക്ക് മുറിക്കാൻ. അതെ, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ താഴെ പോവുകയാണ്. കഴിച്ചു വന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോവും. ഇതൊക്കെ ഉണ്ടാവും ഈ വീഡിയോയില്. അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ കാണണം. എല്ലാവരും സോനുട്ടന് ഹാപ്പി വിഷസ്, ബർത്ത്ഡേ വിഷസ് ഇട്ടുടങ്ങുക. അപ്പൊ നമ്മള് ചായ കുടിക്കുക എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ കാണുക, ഫുൾ കാണുക. ബർത്ത്ഡേ സ്പെഷ്യൽ ഡ്രസ്സ് നികേഷേന്റെ സെലക്ഷൻ ആട്ടോ എല്ലാം. നികേഷേന്റെ ഇതാ ഇഷ്ടപ്പെട്ട, പക്ഷെ എനിക്ക് വേണ്ടി ഇത് സെലക്ട് ചെയ്ത് എന്നാണ്. എനിക്ക് എടുക്കുമ്പോ നികേഷേന്റെ എടുക്കൂല. അപ്പൊ നികേഷേന്റെ ഡ്രസ്സ് കാണിക്കാം. ഇതാണ് നികേഷന്റെ ഡ്രസ്സ്. ഞങ്ങൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, രണ്ടുപേർക്ക് ഇട്ടാലും മാറി മാറി ഇടാം. കാരണം സൈസിന് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടാളും തമ്മില്. അപ്പൊ സോനുവിനെ എടുക്കുന്നത് ഞാനും ഇടാറുണ്ട്, എനിക്ക് എടുക്കുന്നത് സോനു ഇടാറുണ്ട്. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട് ഞങ്ങക്ക്. ഭംഗിയില്ലേ ഞങ്ങളുടെ ഷർട്ടുകള്? അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ പോവാ കേട്ടോ താഴെ. ഇഡ്ഡലി വേണേ ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, എല്ലാം കഴിക്കാൻ പറ്റില്ല അല്ലേ? ഞങ്ങളങ്ങനെ കഴിക്കാനുള്ള എടുത്തു. ദോശയും ഇഡ്ഡലിയാണ് ഞാൻ എടുത്തത്. പിന്നെ നികേഷേട്ടൻ എന്താ എടുത്തത്? ഞാനും ദോശ, ഇഡ്ഡലി, പിന്നെ പല വെറൈറ്റീസ് ഓഫ് ചമ്മന്തീസ് ഒക്കെ ഉണ്ട്. കുറെ ഉണ്ട്, എല്ലാം ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല, വേറില്ല. വട ഇതൊക്കെ എടുത്തു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് വേറെയും കുറെ സാധനങ്ങളുണ്ട്, അതൊന്ന് ട്രൈ ചെയ്യണം. കഴിക്കാം. അപ്പൊ നമുക്ക് കഴിക്കാം. ഞങ്ങൾ തന്നെ സെക്കൻഡ് ഒരു ട്രിപ്പ് വരെ എടുത്തു. ഞാൻ ഇച്ചിരി കേസരിയും ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു. നികേഷേട്ടൻ? ഞാന് ഫ്രൂട്ട്സ്, ഓംപ്ലേറ്റ്, പിന്നെ ബ്രെഡ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. മറ്റേ ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് തന്നെയാണ് കൂടുതൽ എടുത്തത്. അപ്പൊ കഴിക്കാം. ഇന്ന് സോനുവിന്റെ പിറന്നാളായിട്ട് തുടക്കം തന്നെ വയറ് ഫുള്ള് ആക്കുകയാണ്. കഴിക്കാം. നല്ല വ്യൂ അല്ലേ നികേഷേട്ടാ? നമ്മളന്ന് പറക്കാട്ടൊക്കെ കണ്ട പോലെ അതേ സെയിം വ്യൂ അല്ലേ? ബ്യൂട്ടിഫുൾ വ്യൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ കേക്ക് മേടിച്ചിട്ട് ഫ്രിഡ്ജ് വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മേടിക്കണം അല്ലേ? അതെ, കേക്ക് മേടിച്ചിട്ട് നമ്മള് റൂമിൽ പോയി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ആ ഭാഗത്തിലേക്കൊക്കെ കടന്നാലോ? കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. നമ്മള് ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിലൂടെ വെച്ചിരുന്ന കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ നികേഷേട്ടാ? ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മളൊരു കുഞ്ഞു കേക്കാണ് മേടിച്ചാണ് ഇത്തവണ ഇവിടെ ഉണ്ടല്ലേ? ചെറുത്. മറ്റേത് നമ്മൾ വലുത് മേടിക്കാറുണ്ട്. ഒരു മിനിറ്റ്, ഞാനത് എടുക്കാം. ഒരു മിനിറ്റ്. അപ്പൊ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് കട്ട് ചെയ്യട്ടെ? കട്ട് ചെയ്യാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സോനുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കേക്ക് കൊടുത്ത് എല്ലാവർക്കും എന്റെ ഹാപ്പി ബർത്ത്ഡേ വക കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാവരും കിട്ടിയില്ലേ? എല്ലാരും കഴിക്കട്ടോ. അപ്പോ നമ്മുടെ പിറന്നാൾ അങ്ങനെ
ഒരേ വയസ്സ് ഇങ്ങനെ കൂടുകയാണ് അല്ലേ. വയസ്സ് ഇങ്ങനെ നമ്മുടെ കൂടി കൂടി വരുന്നു. സാരമില്ല, നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രായം കൂടി കൂടി തന്നെ വരുന്നത്. എന്തായാലും സന്തോഷം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി നമ്മള് എന്താ പരിപാടി? നമ്മുടെ ഇനി അടുത്തത് നമുക്ക് കറങ്ങാനൊക്കെ പോകണ്ടേ? പുറത്ത് കറങ്ങാനൊക്കെ പോണം. ഇവിടെ കുറച്ച് ടൈം കൂടെ കഴിഞ്ഞിട്ട് പോകാൻ നോർത്താ അല്ലേ? കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നിട്ട് പോവാം. കേക്കൊക്കെ നമ്മുടെ കൊറേ ബർത്ത്ഡേ ബലൂൺസും എല്ലാം ഉണ്ട്, മിഠായിയും ഒക്കെ ഉണ്ട്. മിഠായി ഒക്കെ തിന്ന് തീർക്കണ്ടേ നമുക്ക്? നമ്മൾ രണ്ടാളുള്ളൂ, അവിടെ രണ്ടാളും ഉണ്ട്. നമ്മള് ഹോട്ടൽ, നമ്മളവിടെ അപ്പാർട്ട്മെന്റിലാവുമ്പോ നമ്മുടെ ഫ്രണ്ട്സും പിന്നെ അവിടുത്തെ ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും കൊടുക്കാൻ. ഇവിടെ നമുക്ക് ആരും പരിചയമില്ല, എന്നാലും നമുക്ക് അവിടെ താഴെ ഒരു സ്റ്റാഫുകളൊക്കെ കഴിച്ചോളും. അപ്പൊ അങ്ങനെ അപ്പൊ നീ നമുക്ക് പുറത്തു പോകുമ്പോ കാണാം അല്ലേ? പുറത്തു പോകുമ്പോ കാണാം കേട്ടോ. ഞങ്ങൾ ഇനി സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ് പുറത്ത്. എന്തൊക്കെയാ നമ്മൾ കാണാന്ന് അറിയില്ല. നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് കാണും. അപ്പൊ നിങ്ങളെയും കാണിക്കും നമ്മൾ കൂടെ. ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. ഞങ്ങള് നേരത്തെ ഇറങ്ങുന്ന ഓർത്ത, പക്ഷെ പ്ലാൻ ചെയ്ത എല്ലാം ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇച്ചിരി ലേറ്റായി. അല്ലെ, ഇനി ഇവിടുന്ന് ഇനി ടൗണിൽ ചെല്ലണം, എന്നിട്ട് അവിടുന്ന് കണ്ടുപിടിച്ച് പോണം അല്ലേ? അതെ, അതിന്റെ ഇടയ്ക്ക് ഭക്ഷണവും കഴിക്കണം. അപ്പോ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് കേട്ടോ. അപ്പൊ ഇന്നും ഇന്നലത്തെ പോലെ ഒരാളെ കിട്ടി ഇവിടെ ടാക്സി, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് വേറെ ഒരു സ്ഥലത്തല്ലേ? ഇന്ന് നമ്മൾ വേറെ ഭാഗത്തേക്ക് പോകുന്നത്. ഇന്നലെ വേറെ സൈഡിലോട്ടാണ് പോയത്, ഇന്ന് വേറെ സൈഡിലോട്ട് പോകുന്നു. അപ്പൊ അവിടെയുള്ള പൈൻ ഫോറസ്റ്റ്, വാട്ടർഫാൾസ്, ഡാം, ഇതൊക്കെ ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. അതെ, പിന്നെ നമ്മൾ ടോയ് ട്രെയിനിൽ കയറുന്നു വിചാരിച്ച, പക്ഷെ അത് നടന്നില്ല. രാവിലെ ടോയ് ട്രെയിനിന്റെ ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്. അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. അപ്പൊ നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന വിചാരിച്ചത്, പക്ഷെ ഇവിടെ വന്നപ്പോഴേ അറിയുന്നത് അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. കൊറേ സമയം മുമ്പ് കേരളത്തിൽ എറണാകുളം. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് നടക്കലില്ല. പാർക്കിംഗ് പ്രോബ്ലം ഉണ്ടല്ലേ? നിങ്ങൾ ഫോൺ ചെയ്താൽ വണ്ടി എടുത്ത് അവിടെ നിങ്ങൾക്ക് നമ്പർ പറയണ്ടേ? ഞാനിത് ഇതില് ഈ ആനന്ദ് കുമാർ എന്ന് പറഞ്ഞല്ലേ? ഒരു മിസ് കാൾ തരും. ഞാൻ എടുത്തോളാം. അപ്പോ അതുകൊണ്ട് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല, പകരം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കാണാന്ന് വിചാരിച്ചില്ലേ? പറ്റാവുന്ന സ്ഥലങ്ങൾ നമുക്ക് നല്ല കുറെ സ്ഥലങ്ങൾ കണ്ടു. ഇന്നും നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് കണ്ടിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാന്നുള്ളതാണ്. നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പൊ ഞങ്ങള് ഗോൾഫ് കോഴ്സിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല ആൾക്കാരെ. പുറത്തുനിന്ന് ഔട്ട്സൈഡ് വ്യൂ മാത്രമേ പോസിബിൾ ഉള്ളൂ. കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. കിലുക്കം, പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? നീലഗിരി എന്നല്ലേ സിനിമയുടെ പേര്? നീലഗിരി എന്നുള്ള സിനിമ അല്ലേ? ആ ഭാഗങ്ങളൊക്കെ ഇവിടെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ആൾക്കാര്. അപ്പം കിലുക്കത്തിലൊക്കെ ഈ ഭാഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് കാണാന്ന് മാത്രം. കുറെ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്, കുതിരകൾ കാണണ്ട. അപ്പൊ ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. പൈൻ ഫോറസ്റ്റിന്റെ ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ നിന്നപ്പോഴാണ് കുറെ കുരങ്ങന്മാര് ഇങ്ങനെ, അതും അവര് ഈ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ബൈക്കൊക്കെ. അതിന്റെ ഹെൽമെറ്റൊക്കെ മറിച്ചിട്ട് അതിന്റെ ബാഗൊക്കെ തപ്പി നോക്കുക. പിന്നെ ആരൊക്കെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരറ്റ്. മനുഷ്യർ ഓർക്കുന്നല്ലേ അവര് വണ്ടിയുടെ ഇതിന്റെ ബാഗൊക്കെ തുറന്ന് എടുക്കുന്ന ചിലപ്പോ ചിലപ്പോ ഒക്കെ നമ്മള് ഭയങ്കര കെയർഫുൾ ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചിലപ്പോൾ വലിച്ചെടുത്തോണ്ട് പോകും. മൊബൈല്, പേഴ്സ്,
ഞാൻ അങ്ങനെ ഒരു റീല് കണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് വലിച്ചിട്ട് കൊണ്ടുപോയി, എന്നിട്ട് ഏറ്റവും പൊക്കമുള്ള മരത്തിന്റെ മുകളിൽ പോയിരുന്നു. എന്നിട്ട് ആ സ്ത്രീ കരച്ചിലോണ്ട് കരച്ചിട്ട് അവസാനം ഒക്കെ എടുത്ത് എവിടേക്കോ വലിച്ചു തന്നിട്ട് ബാഗ് അവസാനം ഇട്ടുന്നായിരുന്നു. ബാഗിലൊന്നും ഉണ്ടാവില്ല, ബാഗ് ആകെ പിച്ച് ചിന്തി. അപ്പൊ നമുക്ക് ക്യൂല് നിൽക്കുക ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. തിരക്കുണ്ട്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ട്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട്, ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ പോയി അല്ലേ. അതെ, പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളില് നമ്മൾ കയറിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മള് വാഗമണ്ണൊക്കെ പോയപ്പോഴും ഇതുപോലെ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയിരുന്നു. അതേ പ്രതീതി തന്നെയാണ്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, കണ്ടമാനം ആൾക്കാര് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നടക്കാം. ഉള്ളിലെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറെ പൈൻമരങ്ങൾ ഇവിടെ കാണാൻ പറ്റും അല്ലേ. നടക്കാം കുറച്ച്. പൈൻ ഫോറസ്റ്റ് ഒക്കെ കറങ്ങി കുറച്ചു നേരം നടന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇവിടെ താഴത്തേക്കൊക്കെ ഒത്തിരി കാണാനുണ്ട്, പക്ഷെ ഇനി സമയമില്ല, ഇന്ന് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇനി വേറെ സ്ഥലങ്ങൾ കാണണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങാണ്. എനിക്ക് വേണ്ട കേട്ടോ, വേണ്ട. നമ്മള് 9th മൈലെ ഷൂട്ടിംഗ് പ്ലേസിലാണ് ഇപ്പൊ എത്തിയേക്കണേ. അപ്പൊ അതിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കടകളുണ്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോ നികേഷന് കഴിക്കണമെന്ന് പറഞ്ഞു. കൊറേ നേരമായില്ലേ, അപ്പൊ വായൊക്കെ ഡ്രൈ ആയി, കുറേശ്ശെ വിശക്കുണ്ട്. അപ്പൊ എന്തായാലും ചോറിനണ സമയമായിട്ടില്ല, പിന്നെ ചോറ് കിട്ടണ ഒരു സ്ഥലവും ഇല്ല ഇവിടെ. അപ്പൊ തൽക്കാലം ഇതൊക്കെ ഇത് കഴിച്ചിട്ട് ഒരു കടി കഴിക്കേ. ചാടല്ലേ. അപ്പൊ ചോളൊക്കെ കഴിച്ചിട്ട് നമുക്ക് മോളിൽ കുന്നിലേക്ക് കയറിപ്പോ. അതൊരു ഷൂട്ടിംഗ് പ്ലേസ് ആണ്, കാണാം. ഇഷ്ടായോ? വേണ്ട കഴിച്ച്. കഴിച്ചു കഴിഞ്ഞു. ചെറിയൊരു ഇത് ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കാ. ടിക്കറ്റ് എടുക്കുന്നുണ്ട് പോവാ അല്ലേ. ഇന്ന് നല്ല തിരക്കാട്ടോ, അവധി ദിവസമായ കാരണേ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളങ്ങനെ 9ാം മൈലിൽ ആ മൊട്ടക്കുന്ന് പോലെയുള്ള ഷൂട്ടിംഗ് പോയിന്റിൽ ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക്, അപ്പൊ നടക്കുകയാണ്. അതെ, ഇത് നമ്മുടെ വാഗമണിലെ മൊട്ടക്കുന്ന് അതുപോലെയൊക്കെ ഉള്ളില്ലേ, അതുപോലെയുള്ള ഒരു സ്ഥലമാണ് ഇതും അല്ലേ. കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു ഇത് അല്ലേ. അതെ, ഇവിടെ കുറെ ഷൂട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്, സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന കുറെ സ്ഥലങ്ങള്, അതിലൊക്കെ പെട്ടത് തന്നെയാണ് ഇതും. അതെ, അപ്പൊ നമ്മൾ അറിയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് നമ്മളെ കണ്ടിട്ട് ഓടി വന്നു കേട്ടോ. കുറച്ച് പിള്ളേര് അവര് ടൂറ് ആയിട്ട് വന്നുള്ളതാണ്. അപ്പം സന്തോഷം അവരെ കണ്ടില്ല. അപ്പൊ നടക്കാം. അങ്ങനെ ഞങ്ങള് കുന്ന് കയറി മുകളിൽ എത്താറായി, ഏകദേശം എത്തി അല്ലേ. എത്തി. നോക്കാം. നല്ല കാറ്റ് ഇവിടെ എത്തിപ്പോ അല്ലേ. ഒന്ന് കിതച്ച് വന്നാലും നല്ല രസം. ഇത് ഒത്തിരി അങ്ങോട്ടും ഉണ്ടല്ലോ. നമ്മള് താഴെ തന്നെ കാണാം. ചേട്ടാ ഏറ്റവും മുകളിൽ വന്നപ്പോ സൂപ്പർ. ചുറ്റും ഇങ്ങനെ കാണുമ്പോ നല്ല രസമാണ്, നല്ല തണുപ്പും നല്ല കാറ്റും. പ്ലെയിൻ ആയിട്ട് ഇതാ മൊട്ടക്കുന്നിന്റെ ഒക്കെ ഏകദേശം. ഇത് പക്ഷെ അതിലും കൂടുതലുണ്ടല്ലോ മൊട്ടക്കുന്നിനൊക്കെ. വാഗമണ്ണിലെ മൊട്ടക്കുന്നിനൊക്കെ കുരങ്ങന്മാരും കുറെ ആൾക്കാരും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നല്ല കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ട്, കാറ്റും. ആ ഭാഗത്തേക്ക് അവിടെ ഇവിടെ ഒക്കെ ഒത്തിരി ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളല്ല. നല്ല രസം. റീലൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് വരാൻ പറ്റിയ സ്ഥലങ്ങളാ അല്ലേ. ഫുള്ള് റീലാണ് ഇവിടെ. നോക്കുമ്പോ എങ്ങോട്ട് നോക്കിയാല് ഡാൻസ് ഇങ്ങനെ കളിക്കുന്നു, വയസ്സായാലും ഡാൻസ് കളിക്കുന്നു,
എല്ലാരും മൊബൈലില്ലാതെ മൊബൈൽ നോക്കാതിരിക്കുന്നവര് വളരെ കുറച്ചാണ്. ഞാൻ ഇവിടുന്ന് തന്നെ നോട്ട് ചെയ്യുമ്പോൾ വിരലിലുണ്ടാവുന്ന പേര് മാത്രമാണ് മൊബൈൽ നോക്കാതെ ഇരുന്ന് വർത്താനം പറയുന്നത്. ഞങ്ങളപ്പോ ഇവിടെ ഈ 9-ാം മൈലില് കുന്നില് കുറേ സ്ഥലങ്ങളല്ല കുറച്ചു നേരം നടന്ന് കണ്ടു. ഇനി 1 മണിക്കൂറൊക്കെ നടന്ന് കാണാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല അല്ലേ നികേഷ് ചേട്ടാ? നമ്മള് പുറത്തുനിന്ന് വന്നിട്ടുള്ളതല്ലേ, 2 ദിവസം മാത്രം സ്റ്റേ ചെയ്യാൻ. അപ്പൊ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റു സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യമൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്ലേസിലോട്ട്. അതപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ആദ്യം പൈൻ ഫോറസ്റ്റ് സൂപ്പർ ആയിരുന്നു, ഇതും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇന്നലെ വന്ന സ്ഥലത്തൊക്കെ കൂടുതൽ ഇന്ന് വന്നതല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഏതായാലും ക്ലൈമറ്റും ഇന്ന് കുറച്ചും കൂടി തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഇനി താഴോട്ട് കുന്നിറങ്ങാം. ഇരിക്കുന്നുണ്ട്. അതെ, ഭക്ഷണം കൊടുക്കുമെന്ന് അർത്ഥം. നമ്മള് പൈക്കര വാട്ടർ ബോട്ട് സർവീസ് എടുത്തുന്ന സ്ഥലത്താട്ടോ ഇപ്പൊ എത്തിയേക്കണേ. അതെ, നമ്മള് പൈക്കര ബോട്ടിംഗ് ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു. അപ്പൊ അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കട്ടെ, താഴെ ഇറങ്ങിയിട്ട് എങ്ങനെ ഇതിന്റെ കാര്യങ്ങളിലൊക്കെ നോക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ സ്പീഡ് ബോട്ടെ കയറാനുള്ള ടിക്കറ്റ് എടുത്ത് 10 മിനിറ്റാ അല്ലെ നികേഷ് ചേട്ടാ? 10 മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് ബോട്ടില്, സ്പീഡ് ബോട്ട്. നമ്മളിത് ഒരിക്കൽ കയറിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് വെച്ച്, പിന്നെ നമ്മൾ കയറിയിട്ടില്ല അല്ലേ? കോവളത്ത്. ലൈഫ് ജാക്കറ്റ് ഇട്ടു. കേറാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല സ്പീഡിലായിരിക്കും അല്ലേ? അയ്യോ, മൊബൈല് ഞാൻ ചട്ടിയിലും മൊബൈൽ ചാടരുത് വെള്ളത്തില്. അയ്യോ, സ്റ്റാർട്ട് ചെയ്തു. ചേട്ടാ എന്നെ കഴിഞ്ഞല്ലേ? എന്നെ ഉണ്ടായിരുന്നു? അതെ, ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ബർത്ത്ഡേ നമ്മള് അടിച്ചു പൊളിച്ചു. അപ്പൊ നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഇറങ്ങട്ടെ. അടുത്ത സ്ഥലത്ത് നമുക്ക് ഫുഡും കഴിക്കണ്ടേ നികേഷ് ചേട്ടാ? അടുത്ത് ഇതുപോലെയുള്ള എന്തോ വാട്ടർഫോൾസ് എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. നല്ല സ്ഥലത്തൊന്നും കഴിക്കണം. അതെ, മൂന്നാറ് പോയി സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് ചെറിയൊരു പ്രശ്നം വരുന്നു. അപ്പൊ അതുപോലത്തെ സ്ഥലമാവരുത്. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ അങ്ങനെ വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല, കുഞ്ഞു റെസ്റ്റോറൻറ്റുകളാണ് മൊത്തം. അപ്പൊ ഇല്ലയില് വിശപ്പെടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഇത് പൈക്കര വാട്ടർഫോൾസ്, അതിന്റെ ആ ഭാഗം കേട്ടോ, അവിടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അതെ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പോവാൻ. അപ്പൊ എന്താ കിട്ടിയ ചെറിയ റെസ്റ്റോറൻറ്റാ ഉള്ളത്. പേടിയാണ് വയറ്റ് പ്രശ്നമാണ്, എന്നാലും നമുക്ക് കഴിക്കാം. അതെ, വേറെ രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി വന്നിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കാൻ പോവാണ്.
ഞങ്ങള് ഭക്ഷണമൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി പൈക്കര വാട്ടർഫോൾസോ അങ്ങോട്ടാന്ന് തോന്നുന്നു അല്ലേ? അതെ, വാട്ടർഫോൾസ്. ഇപ്പൊ ബോട്ടിങ് നമ്മൾ കഴിഞ്ഞു, ഇനി വാട്ടർഫോൾസ് ആണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ അവിടേക്ക് നടക്കുകയാണ്. എവിടെ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് അറിയുന്നില്ല. ചോദിച്ചപ്പോ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. വഴിയും കാണിച്ചു തന്നു. അപ്പൊ ആ വഴി കൂടെ നടക്കുക. നികേഷേട്ടൻ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് എത്ര? 40? 40. ഇങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പായിട്ട് ഇറങ്ങി പോകണ്ടേ. വലിയ വാട്ടർഫോൾസ് ഇല്ല. അപ്പം മഴയൊക്കെ ഉള്ളപ്പോഴായിരിക്കും വലിയ ഇത്. ഇപ്പൊ ചെറുതായിട്ടേ ഉള്ളൂ അല്ലേ? സ്റ്റെപ്പുകൾ കുറെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. സ്റ്റെപ്പുകള് വാട്ടർഫോൾസിന്റെ അവിടേക്ക് നടക്കാം, ഇറങ്ങാം. സ്റ്റെപ്പുകൾ കുറെ. നമ്മുടെ ബാക്ക് സൈഡിലാണ് കാണുന്നതാണ് വാട്ടർഫോൾസ്. ഇവിടെ നിന്ന് നല്ല വ്യൂ, ബ്യൂട്ടിഫുൾ വ്യൂ. നല്ല രസമുണ്ട്. വെള്ളത്തിന്റെ ഒരു ശബ്ദം ചെവിയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഭയങ്കര പീസ് ഓഫ് മൈൻഡ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വെള്ളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഇനി അങ്ങോട്ട് കുറെ നടക്കാണ്ട് നോക്കാം. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലോ വാട്ടർഫോൾസിന്റെ ഇതില്? വാട്ടർഫോൾസിന്റെ അവസാന ഭാഗത്തെത്തി. ഇനി അങ്ങോട്ട് കടത്തി വിടില്ല. അവിടെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അതെ, അത് ആസ്വദിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ? നല്ല രസമല്ലേ കാണാൻ? ഞങ്ങളങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കുറെ നേരം ഇങ്ങനെ നോക്കി കണ്ടു വന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ. കുറേ നേരം നോക്കിയിരുന്നു. കുറേ നേരം. മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനും ഒരേപോലെ കുളിർമ തന്നെയായിരുന്നു. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ഒക്കെയാണ്. അപ്പോൾ ഇനി എവിടുന്ന് ഇറങ്ങുകയാണ് നമ്മള്? ഇനി നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഈ കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇനി പിന്നെ അടുത്ത ഊട്ടി ട്രിപ്പ് വരുമ്പോ കാണാം. ടോയ് ട്രെയിനിൽ കയറിയില്ല. പിന്നെ വേറെ കൂന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയില്ല. പിന്നെ വേറെ എന്തോ മുതുമലയിന്നോ അങ്ങനെ എന്തോ 2-3 ദിവസം 3 ദിവസമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലാണ് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ പോവാനുള്ളതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മള് അതിലൊക്കെയായിരിക്കും പോവാ. ഇപ്പൊ കണ്ടതൊക്കെ ശരിക്കും നമ്മൾ ആസ്വദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസമല്ലായിരുന്നു കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തത്. ഇന്നലത്തെ നല്ലതായിരുന്നു. ഇന്നലത്തെ നല്ലതായിരുന്നു. ഇന്നും നല്ലതായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ ബോട്ടിങ്ങില് 10 മിനിറ്റിന് പോയത് ഭയങ്കര സ്പീഡ് ബോട്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അടുത്ത് വന്നപ്പോ കുറേ നേരം ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നു. ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ഇനി പോവാണ്. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ളത്. അത് നമുക്ക് അവിടെ വെച്ച് കാണാം. പോണ വഴിക്ക് അപ്പൊ ചേട്ടൻ പറഞ്ഞു വേറെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. സ്കൂൾ മൗണ്ടോ? സ്കൂൾ മുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. ഞങ്ങള് നേരത്തെ പോകുമ്പോ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു സ്ഥലമുണ്ട്, തിരിച്ചു വരുമ്പോ ഒന്ന് കേറാന്ന് പറഞ്ഞു. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്ന ഏരിയ. പൈൻ ഫോറസ്റ്റ് ഒക്കെ പോലെയുള്ള ഒരു സ്ഥലം അല്ലേ? സ്കൂൾ മുണ്ട് എന്ന് പറഞ്ഞു. സ്കൂൾ മുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കാണാം. ഏതായാലും ഒന്ന് കേറി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ നടന്നപ്പോ പറയായിരുന്നു ഇപ്പൊ റീലൊക്കെ എടുക്കാൻ നല്ല ഇതാണ്. ഇങ്ങനെ മഞ്ഞ പുക പോലെയുള്ള മഞ്ഞ് നല്ല രസമാണ്. കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വെച്ച് ഇങ്ങനെയുള്ള മഞ്ഞിങ്ങനെ ഓടുണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലം. ഇവിടുന്ന് താഴേക്ക് വെക്കുമ്പോ എന്താ കൃഷി ചെയ്ത സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ചേട്ടാ. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നടന്നു. നല്ല രസമുണ്ട്. അപ്പം നമ്മളിനി തിരിച്ച് ഊട്ടി ടൗണിലേക്ക് പോവാണ്. ഇത് മതി ഇല്ലേ? ഒത്തിരി ആയി കഴിഞ്ഞാൽ ഹെവി ആവും.
ഇനി അടുത്ത വരവിനെയാണ് ഇനി ബാക്കി കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്, അത് കാണാനുണ്ട്. അത് ബാക്കി നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. ഇനി നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതെ കുറച്ചു നേരം റിലാക്സ് ചെയ്തൊക്കെ എൻജോയ് ചെയ്യണം പോണതിന് മുമ്പ് അല്ലേ? അതെ. ഊട്ടി ടൗണിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഒന്ന് ചായ കുടിച്ചേക്കാന്ന് ഓർത്താണ് ഞങ്ങൾ വന്നപ്പോൾ ഇറങ്ങി. അതേ റെയിൽവേയുടെ ഇവിടെ ആണ് എത്തിയത്. ആ ടോയ് ട്രെയിനൊക്കെ പോണേ ആ ഭാഗത്ത് അല്ലേ? ടോയ് ട്രെയിൻ അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ. അതെ, നമ്മൾ ഇപ്രാവശ്യം ഊട്ടിയിൽ വന്നതിൽ ടോയ് ട്രെയിൻ നമുക്ക് പറ്റിയില്ല. അപ്പം അടുത്ത തവണ നമുക്ക് ടോയ് ട്രെയിനിലൊക്കെ പോയി അടിച്ചു പൊളിക്കാം. അതെ. അതിപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. 4:30 കഴിഞ്ഞിട്ടുണ്ട്, നല്ല തണുപ്പ്. അപ്പോൾ ചായ കുടിച്ചാലോ? ഷോപ്പിങ്ങിന് കയറിയിരിക്കുകയാണ് ഞങ്ങൾ. കുറച്ച് ചോക്ലേറ്റ്സും ഗ്രീൻ ടീയും ഒക്കെ അതൊക്കെ മേടിച്ചു. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടോ. അതെ, ഞങ്ങൾ ഹോട്ടലിലെത്തി. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഹോട്ടലിലെത്തി. ചായ ഇവിടുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്നൊക്കെ പരിചയമില്ലാത്ത സ്ഥലത്ത് കയറാൻ ഒരു മടി വന്നു. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ചായ കുടിക്കാൻ പോവാം നമുക്ക്. അത് കുഴപ്പം. ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇത് ചായ നമുക്ക് താമസിക്കുന്ന ഹോട്ടലിൽ കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും പിന്നെ കടലയാണ് തന്നത്. കടലൊക്കെ എന്തൊക്കെയോ തേങ്ങ ഇറച്ചി ഏതാണ്ട് കിട്ടിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ഉണ്ട് അല്ലേ? അതാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന് കുടിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സാധാരണയൊക്കെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവരുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഇത് പുറമെ ഒരു ടീക്ക് താഴെ ഇതിനു വേണ്ടി സ്പെഷ്യൽ ഒരെണ്ണം. അതെ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കണ്ടോ? അതൊരു പ്രത്യേക രസമല്ലേ? മൊത്തം മഞ്ഞുമാണ്. മൊത്തം മഞ്ഞ്, അതിന്റെ ഇടയിൽ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ചായ എന്ന് പറയുന്നത് ജിഞ്ചർ ചായ മേടിച്ചു. എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിയിട്ട്? ജിഞ്ചർ ചായ നന്നായിട്ടുണ്ടോ? നല്ല കേട്ടോ. പിന്നെ ഇവിടെ ആകുമ്പോൾ നീലഗിരി ഇതായതുകൊണ്ട് ഇവിടെ നീലഗിരി സ്പെഷ്യൽ ടീ അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടിയായൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള കിട്ടണേ. അതിലൂടെ ബിസ്ക്കറ്റും മേടിച്ചു ഞങ്ങള്. എനിക്ക് ബിസ്ക്കറ്റിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ കടല കേട്ടോ, അതാ സൂപ്പർ ബിസ്ക്കറ്റ്. എനിക്ക് രണ്ടും ഇഷ്ടം. അവിടെ മധുരം പിന്നെ പറഞ്ഞു രണ്ടും ഉണ്ട് അവിടെ, എല്ലാം നല്ല പറഞ്ഞു. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം. കുറച്ച് നേരം. പിന്നെ നമ്മള് ഡിന്നർ കഴിക്കാനുള്ള സമയത്ത് പുറത്തിറങ്ങാം. പിന്നെ ബോൺഫയർ ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അതൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ റൂമിൽ പോവുള്ളൂ. അപ്പൊ ആ കുറച്ച് നേരം ഗ്യാപ്പില് നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. താഴെ റെസ്റ്റോറൻറ്റിലാണ്, ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ചപ്പാത്തി, ഒരു സ്പെഷ്യൽ കോഴി മുളക് വരട്ടിയത്, അങ്ങനെ എന്തോ മുളക് കറിയാണ്. നാടൻ കോഴി മുളക് കറി. വേറെ ഒക്കെ ഇവിടെയുള്ള ഐറ്റംസ് ഒക്കെ ഹെവിയാണ്. അപ്പോൾ രാത്രി ലൈറ്റായിട്ട് ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ നമ്മൾ നീലഗിരി സ്പെഷ്യൽ ചിക്കനൊക്കെ കഴിച്ചു, ഒരു പച്ച കളറിലൊക്കെ. ഇത് നമ്മൾ വേറെ ഈ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് തണുപ്പ് കൂടിയിട്ട്, ഇന്നലെ ഇത്രയും തണുപ്പില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുക പോലെയാണ് പുറത്തോടെ. അതുകൊണ്ട് സെറ്റർ ഇടാൻ നടക്കാൻ പറ്റില്ല, ഞങ്ങൾ എടുത്തില്ല ഇന്നും. ഇപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് സെറ്റർ ഇടും. സെറ്റർ ഇട്ടിട്ട് നമ്മൾ ബോൺഫയർ കാണും. അതെ, ഇത് ഫസ്റ്റ് ബോൺഫയർ നമ്മൾ ആദ്യത്തെ വീഡിയോയിലാണ് കണ്ടത്. നീ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമല്ലേ? അപ്പോൾ ഭക്ഷണം ഇന്നെന്താ ഇന്നലത്തെ പോലെ തന്നെ ഫസ്റ്റ് ഇതുപോലെ കുറച്ച് സലാഡ്, അതുപോലെ തന്നെ സ്റ്റാർട്ടർ പോലെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇവിടെ ഒരാളത് ഞാൻ അധികം ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇത് സലാഡ് കഴിച്ചോട്ടെ. പക്ഷെ അതെ, ഞാനൊക്കെ പണ്ട് കുറേ കഴിക്കുമായിരുന്നു. ഇത് ഇവിടെ കുറേ തന്നിട്ടുണ്ട്. ഇത് മൊത്തം കഴിച്ചാൽ ശരിയാവില്ല, ഫുൾ എണ്ണയാണ്. എന്നാലും ചുമ്മാ ഒന്ന് കുറച്ച് എടുക്കാം. ഇതെല്ലാവരും ഏതായിട്ട് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ഫസ്റ്റ് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ്. ഫുഡ് എത്തിയിരിക്കുകയാണ്. നല്ല ചൂടോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ട്. തണുപ്പത്ത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ ഒരു രസമാണ്. മതി, നികേഷേട്ടൻ എടുത്തു. ഇതിൽ കുറേ എടുത്തു.
മതി എനിക്ക് മതി. അപ്പൊ ഞങ്ങള് ഭക്ഷണം എൻജോയ് ചെയ്യട്ടെ. കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതല്ല, മുളക് എരിവ് കൂടുതലായി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടിയിൽ ചെറിയൊരു റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ട്. അപ്പം അതിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതി വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. അപ്പോൾ നല്ല സാരി കണ്ടു. അപ്പം അമ്മയ്ക്ക് സാരി എടുത്തു. അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാതെ, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ പ്രതീക്ഷിക്കാണ്ടാണ് അമ്മയ്ക്ക് പറ്റണത്. അന്ന് നമ്മൾ മൂന്നാർ പോയപ്പോഴും അതെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കണ്ടത്. അതേപോലെ ഇവിടെ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് നടന്നു കഴിയുമ്പോൾ ഇതേ ഒരു കട, ഇതിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറന്റ്, നമ്മുടെ ഹോട്ടലിന്റെ ഉള്ളില് ഡ്രസ്സ് മാത്രമല്ല, പിന്നെ പല സാൻഡൽവുഡ്, ഓയില്, അഗർബത്തി അന്ന് നമ്മൾ നോക്കിയില്ല, പിന്നെ എടുക്കുന്നില്ല. സാരി അമ്മയ്ക്ക്. അപ്പൊ അമ്മേനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. അമ്മേനെ വിളിക്കുന്നുണ്ട്, അമ്മേനെ അമ്മച്ചീനെയൊക്കെ വിളിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് പിന്നെ വയ്യ. അമ്മയ്ക്ക് പിന്നെ ഇപ്പം അമ്മ വരുന്നില്ല അധികം, അമ്പലങ്ങളിലേക്ക് അങ്ങനെ പോകുമ്പോൾ മാത്രം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പൊ ഇനി നമുക്ക് പോവാം. പോയി സെറ്റർ ഇട്ടിട്ട് വരാം. ഇവിടെ പുറത്ത് ഭയങ്കര തണുപ്പ. സെറ്റർ ഇട്ടിട്ട് നമുക്ക് ബോൺ ഫയർ കാണാൻ പോവാം. അങ്ങനെ ഞങ്ങള് റൂമിൽ പോയി ഒരു സെറ്ററൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ ഇടലെന്ന് ഓർത്താ, പക്ഷെ ഇട്ട് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടെന്ന്. ഇന്നലെ അത്രയും ഫീൽ ചെയ്തില്ല, ഇന്നും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ സെറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഇനി ബോൺ ഫയർ കാണാൻ വേണ്ടി പോവാണ്. അവിടെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരും. അപ്പോൾ താഴോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബോൺ ഫയറൊക്കെ കണ്ട് പുറത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തി ഫ്രഷായി കിടക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. സോനുവിൻ്റെ പിറന്നാൾ നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചു. ഹാപ്പി ആയില്ലേ? അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ചു. 2 ദിവസം ഊട്ടിയിൽ നമ്മൾ കറങ്ങി. ഇനി കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട് കാണാൻ. അത് ഇനി ഊട്ടി വരുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 2 ദിവസം വന്നാൽ അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഭയങ്കര എല്ലാവരും കവർ ചെയ്തിട്ട് ചാടി എല്ലായിടത്തും പോയി നമുക്ക് ആസ്വദിക്കാതെ ചാടി പോയിട്ട് കാര്യമില്ല. പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റണം. അപ്പം ഇപ്പം ഞങ്ങൾ 2 ദിവസം പോയതൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ടൈമില്ല, 3-4 സ്ഥലങ്ങളിലേക്ക് ടൈമില്ല. ടോയ് ട്രെയിനും മറ്റേ കോന്നൂരും അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഊട്ടി ഒരിക്കൽ വരും. അപ്പോൾ ആ സമയത്തായിരിക്കും അങ്ങോട്ടൊക്കെ പോവുക. എന്നാലും ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടു, നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ. ബൈ.